നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് GSTയിലെ RCMനെ കുറിച്ചിട്ടാണ്. അതായത് റിവേഴ്സ് ചാർജ് മെക്കാനിസം. അപ്പോൾ എന്താണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം, അതെങ്ങനെയാണ് ടാലിയിൽ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സർവീസ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മുകളിലെ ടാക്സ് നമ്മൾ നേരിട്ട് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ ബില്ലിൽ കാണിക്കുന്നില്ല. അതായത് RCMൻ്റെ കേസിൽ ബില്ലിൽ ടാക്സ് വരില്ല. നമ്മൾ നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നു, ഗവൺമെൻറ് നമ്മൾക്ക് അത് തിരിച്ച് അടുത്ത മാസം ഇങ്ങോട്ട് തരുന്നു. അതുകൊണ്ടാണ് അതിനെ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പേര് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ എന്താണ് FCM ഉണ്ട്, ഫോർവേഡ് ചാർജ് മെക്കാനിസം. അതെങ്ങനെയാണ് വരിക? നമ്മൾ സാധാരണ ഒരു എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാക്സ് കൊടുക്കുന്നു. അപ്പോൾ സെല്ലറുടെ ഉത്തരവാദിത്തമാണ് നോർമലി ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുക എന്നുള്ളത്. എന്നാൽ RCMൻ്റെ കേസിൽ അങ്ങനെയല്ല, പർച്ചേസ് ചെയ്യുന്ന ആളുടെ ഉത്തരവാദിത്തമാണ് ടാക്സ് അടയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അത് ബില്ലിൽ കാണിക്കില്ല, നമ്മൾ നേരിട്ട് അത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് RCMൻ്റെ എൻട്രി ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളൊന്ന് ലൈക്കും കൂടി ചെയ്യണേ. അതേപോലെ ഹൈപ്പും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്തോളൂ. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastallyclass@gmail.com ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഞാനിവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലെഡ്ജറുകളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ക്രിയേറ്റ് എടുത്തു, ലെഡ്ജർ എടുത്തു. ഇവിടെ നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റിന് നമുക്ക് പാർട്ടിയുടെ ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ പാർട്ടി അടിച്ചു. നമ്മൾ സർവീസ് ആരിൽ നിന്നാണ് വാങ്ങിക്കണത്, ഇവിടെ നമുക്ക് എൻ്റർ അടിച്ചു. അപ്പോൾ ഇതെന്താണ്, ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്, കൊടുക്കാനുള്ള ആളാണ് അല്ലേ. ഇവിടെ നമുക്ക് സൺഡ്രി ക്രെഡിറ്ററിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. സൺഡ്രി ക്രെഡിറ്റർ സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് സ്റ്റേറ്റ് ഏതാണെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു എൻട്രി നമുക്ക് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ചോദിക്കും രജിസ്ട്രേഷൻ ടൈപ്പിൽ ഈ പാർട്ടി റെഗുലറും ആവാം അൺരജിസ്റ്റേർഡും ആകാം. ഇപ്പോൾ ഞാൻ അൺരജിസ്റ്റേർഡിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്തു. ഇനി ഞാൻ എന്ത് സർവീസാണ് ഞാൻ വാങ്ങിക്കണത്. അപ്പോൾ ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത് GST ഓൺ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. GTA സർവീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള ലെഡ്ജർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അണ്ടർ ഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടെടുത്തു. അണ്ടർ ഡയറക്റ്റ് എക്സ്പെൻസ് എടുത്തു, എൻ്റർ അടിച്ചു. GST ആപ്ലിക്കബിലിറ്റിയിൽ ആപ്ലിക്കബിൾ കൊടുത്തു, എൻ്റർ അടിച്ചു. സ്പെസിഫൈ ഡീറ്റെയിൽ ഹിയറിലേക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ ടാക്സബിൾ കൊടുത്തു. ഇവിടെ നമുക്ക് GSTയുടെ റേറ്റ് കൊടുക്കാം, 5% കൊടുത്തു. അപ്പോൾ 2.5 ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ചോദിക്കും, അപ്ലിക്കബിൾ ഫോർ റിവേഴ്സ് ചാർജ്. ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ യെസ് കൊടുക്കേണ്ടത്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടില്ല വിചാരിക്കുക, ജസ്റ്റ് ഒന്ന് F12 അടിക്കുക. F12 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എനേബിൾ റിവേഴ്സ് ചാർജ് കാൽക്കുലേഷൻ. ഈ ഒരു ഓപ്ഷനാണ് യെസ് കൊടുക്കേണ്ടത്. ഈ ഒരു ഓപ്ഷൻ യെസ് കൊടുത്താലാണ് ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ആക്റ്റീവ് ആവുക. ഇവിടെ നമുക്ക് യെസ് കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളടത്ത് സർവീസ് കൊടുത്തു, എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് വൗച്ചർ എൻട്രിയിലേക്ക് പോകാം. എസ്കേപ്പ് ചെയ്തു, വൗച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ വൗച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഈ ഒരു എൻട്രി നമ്മൾ പർച്ചേസിലാണ് ചെയ്യേണ്ടത്, നമ്മൾ വാങ്ങിക്കുകയാണല്ലോ ചെയ്യണത്. ഇവിടെ നമുക്ക് പർച്ചേസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. പർച്ചേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഐറ്റം മോഡിലല്ല ഇത് ചെയ്യുക, കാരണം നമ്മളൊരു സർവീസാണ് വാങ്ങിക്കണത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ പർട്ടിക്കുലേഴ്സ് വരണം. ഇതിനെ മോഡ് ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്യാം. അക്കൗണ്ടിങ് ഇൻവോയ്സ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ അക്കൗണ്ടിങ് ഇൻവോയ്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഈ ഒരു പർട്ടിക്കുലേഴ്സ് മോഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. പാർട്ടീസ് അക്കൗണ്ട് നെയിം, നമ്മൾ പാർട്ടിയുടെ പേരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ടോം എന്നുള്ളതിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. പർട്ടിക്കുലേഴ്സിന് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സർവീസാണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ ട്രാൻസ്പോർട്ടേഷനിൽ എടുത്തു. നമുക്കിവിടെ എമൗണ്ട് കൊടുക്കാം, ഒരു 50,000 കൊടുത്തു, എൻ്റർ അടിച്ചു. ഇനി ഇവിടെ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്, ടാക്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ടാക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ വെച്ചിട്ട് Alt+C അടിച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇൻപുട്ട് CGST, എൻ്റർ അടിച്ചു. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം, എൻ്റർ അടിച്ചു.
ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സ് GSTയിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ CGST സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. പക്ഷേ ഇവിടെ നമുക്ക് ടാക്സ് വന്നിട്ടില്ല. അതായത് RCM ചെയ്യുമ്പോൾ നമ്മൾക്ക് ബില്ലിൽ ടാക്സ് കാണിക്കില്ല. നമ്മൾ ടാക്സ് വരുന്നുണ്ട്, പക്ഷേ ബില്ലിൽ കാണിക്കില്ല. ബില്ലിൽ കാണിക്കാൻ നമുക്ക് പറ്റില്ല. ബില്ലിൽ വരില്ല എമൗണ്ട്. അപ്പോൾ ഇതിൻ്റെ ടാക്സ് എത്രയാണ് വന്നിരിക്കണമെന്ന് നമുക്ക് നോക്കണം വിചാരിക്കുക. ഇവിടെ നമുക്ക് റിലേറ്റഡ് റിപ്പോർട്ട്സ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണും GST ടാക്സ് അനാലിസിസ്. ഇവിടെ Alt A അടിച്ചു. Alt A അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ F5 ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 50,000 ആയിരുന്നു. 2,500 ടാക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. 2,500 250 2,500 250. അപ്പോൾ ടാക്സ് വന്നിട്ടുണ്ട്, പക്ഷേ എന്താണ് ബില്ലിൽ ടാക്സ് കാണിക്കില്ല. അപ്പോൾ നമുക്കിവിടെ ടാക്സ് വരാത്തത് കൊണ്ട് നമുക്ക് ഇത് കാണിക്കേണ്ട. ജസ്റ്റ് നമുക്ക് ഈ ഒരു എൻട്രി, ഈ ഒരു ലെഡ്ജർ നമുക്ക് ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യാം. നമ്മൾ ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. ഈ ഒരു എൻട്രി സേവ് ചെയ്തു. ജസ്റ്റ് ഒന്ന് നമുക്ക് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാലോ. നമ്മൾ ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ചെയ്തു. ഇവിടെ നമുക്ക് ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ബാലൻസ് ഷീറ്റ് ഒന്ന് നമുക്ക് ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ ഇപ്പോൾ നോക്കിയാൽ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലെ ടാക്സ് ഒന്നും വന്നിട്ടില്ല. കാരണം ബില്ല് ടാക്സ് കാണിച്ചാലല്ലേ ബാലൻസ് ഷീറ്റിലെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിൽ ടാക്സ് വരുള്ളൂ. നമ്മളുടെ ഒരു ബാധ്യതയായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ ഇതിനെ നമുക്ക് എന്താണ് ഒരു ബാധ്യതയാക്കിയിട്ട് മാറ്റണം. അപ്പോൾ നമുക്ക് GSTR 3Bയിൽ ഇത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണും കേട്ടോ. അപ്പോൾ നമുക്ക് GSTR 3Bയുടെ റിപ്പോർട്ട് ഒന്ന് എടുത്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മുകളിൽ ഗോ ടു സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ GST എന്നുള്ളത് നമുക്ക് അടിക്കാം. ഇവിടെ നമുക്ക് GSTR 3B നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമ്മൾ GSTR 3B സെലക്ട് ചെയ്തിട്ടെടുത്തു. GSTR 3B സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും CGST 1,250, SGST 1,250, അങ്ങനെ ടോട്ടൽ 2,500 വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ടാക്സ് ഓൺ ഔട്ട്വേർഡ് ആൻഡ് റിവേഴ്സ് ചാർജ് ഇൻവേർഡ് സപ്ലൈസിലാണ് ഈ ഒരു എമൗണ്ട് വന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇവിടെ എന്താണ് എലിജിബിൾ ഫോർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടും ഈ ഒരു എമൗണ്ട് വന്നിട്ടുണ്ട്. അതായത് രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. നമ്മൾക്ക് ഈ ഒരു ടാക്സ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം, നമ്മളൊരു ബാധ്യതയാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് എന്താണ് ഇതിൻ്റെ ഇൻപുട്ട് ടാക്സ്, അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് ഇതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ എലിജിബിൾ ആണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. രണ്ട് എൻട്രീസ് നമ്മൾ പാസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് എസ്കേപ്പ് ചെയ്തിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി റിവേഴ്സ് ചാർജിൻ്റെ റിപ്പോർട്ട് ഒന്ന് നമുക്ക് എടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ എസ്കേപ്പ് ചെയ്തു. നമുക്ക് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ GST റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ ഇവിടെ നമ്മൾക്ക് അതർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ റിവേഴ്സ് ചാർജ് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പർച്ചേസ് ഫ്രം അൺരജിസ്റ്റേർഡ് ഡീലർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2,500 വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് എൻ്റർ അടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് എമൗണ്ടുകൾ CGST SGST 1,250 1,250 വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലെസ് ലയബിലിറ്റി ബുക്ക്ഡ്. അപ്പം നമുക്ക് ഫസ്റ്റിൽ എന്താണ് ഇതൊരു ലയബിലിറ്റി ആക്കി നമുക്ക് ബുക്ക് ചെയ്യണം. ഇപ്പം നമ്മുടെ ലയബിലിറ്റി ആയിട്ടില്ല, ഇതിനെ നമ്മൾക്ക് ലയബിലിറ്റി ആയിട്ട് നമുക്ക് ബുക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും സ്റ്റാറ്റ്യൂട്ടറി അഡ്ജസ്റ്റ്മെൻറ്റ്. ഇവിടെ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ബാധ്യതയാക്കി മാറ്റിയാണ് വേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഇൻക്രീസ് ഇൻ ടാക്സ് ലയബിലിറ്റി ആൻഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, രണ്ട് കാര്യങ്ങൾ വേണം. ടാക്സ് ലയബിലിറ്റി വർദ്ധിപ്പിക്കണം, അതിനോടൊപ്പം തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എലിജിബിൾ ആകും വേണം. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് ചോദിക്കും എന്താണ് നമ്മളുടെ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് ഇവിടെ പർച്ചേസ് ഫ്രം അൺരജിസ്റ്റേർഡ് ഡീലറാണ്, നമ്മൾ അൺരജിസ്റ്റേർഡ് ഡീലർ അടുത്താണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ അൺരജിസ്റ്റേർഡ് ഡീലർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്കൊരു ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് Alt C അടിച്ചിട്ട് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. RCM ഓൺ സർവീസ് എന്ന പുതിയൊരു ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് കാണിക്കാം RCM ഓൺ സർവീസ്. ഇതിൻ്റെ അണ്ടർ നമ്മൾ കറൻറ്റ് അസറ്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. കാരണം നമ്മൾക്ക് തിരിച്ച് കിട്ടാനുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ കറൻറ്റ് അസറ്റിലേക്കാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇവിടെ നമുക്ക് കറൻറ്റ് അസറ്റിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. കറൻറ്റ് അസറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് നമുക്ക് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ടോട്ടൽ എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്. അതായത് നമ്മൾക്ക് വന്നിട്ടുള്ള ടാക്സിൻ്റെ ടോട്ടൽ എമൗണ്ട് ഇവിടെ നമുക്ക് 2,500 നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടെടുത്തു.
ഇനി നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്തിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മൾ RCM നമ്മൾ പേയബിൾ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾക്ക് CGSTയും അതേപോലെ തന്നെ SGSTയും ആണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. എന്നാൽ CGSTയും SGSTയും നമ്മൾക്ക് ടാക്സ് ആയി ക്രിയേറ്റ് ചെയ്ത ലെഡ്ജർ അല്ല നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ RCM എപ്പോഴും കൊടുക്കുക ക്യാഷ് ലെഡ്ജറിലൂടെയാണ് നമ്മൾ കൊടുക്കുക. GSTR 3B നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു. GSTR 3B എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് CGSTയും SGSTയും വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ടാക്സ് ലെഡ്ജറാണ്. ഇതല്ല നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ എന്താണ് ക്യാഷ് ലെഡ്ജർ ആയിട്ടാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വേറെ ലെഡ്ജറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എസ്കേപ്പ് ചെയ്തു, ക്രെഡിറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമ്മൾക്ക് Alt C അടിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് CGST RCM പേയബിൾ കൊടുക്കാനുള്ളതാണ്. ഇവിടെ നമുക്ക് പേയബിൾ കൊടുത്തു. ഇതിൻ്റെ അണ്ടർ കറണ്ട് ലയബിലിറ്റിയാണ്, ബാധ്യതയാക്കിയിട്ടാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇവിടെ കറണ്ട് ലയബിലിറ്റിയിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ CGSTയുടെ എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്. 1250 കൊടുത്തു, എൻ്റർ അടിച്ചു. ഇനി നമുക്ക് എന്താണ് അടുത്തത് എന്താണ് നമുക്ക് കാണിക്കേണ്ടത്? SGST RCM പേയബിൾ. ഇവിടെ നമ്മൾ SGST RCM പേയബിൾ. ഇതിൻ്റെയും അണ്ടർ എന്ത് തന്നെയാണ് കൊടുക്കേണ്ടത്? കറണ്ട് ലയബിലിറ്റി തന്നെയാണ് കൊടുക്കേണ്ടത്. ജസ്റ്റ് നമുക്ക് എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു. ഈ 1250 വന്നിട്ടുണ്ട്. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു എൻട്രി സേവ് ചെയ്തു. ഇപ്പോൾ ഇവിടെ നമുക്ക് ലയബിലിറ്റി ബുക്കിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. നമ്മൾ ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു, ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും CGST RCM പേയബിൾ, അതേപോലെ തന്നെ SGST RCM പേയബിൾ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് അസറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും RCM ഓൺ സർവീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2500 ഇവിടെ നമുക്ക് വന്ന് കിടക്കുന്നുണ്ട്. അതായത് ഈ ഒരു RCM നമുക്ക് എന്താണ് കിട്ടാനുള്ളതാണ്. അതേപോലെ ഈ ഒരു പേയബിൾ എന്താണ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കും വേണം. അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റിൽ നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു എമൗണ്ട്. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് എന്താണ് ഈ ഒരു എമൗണ്ട് ഇവിടെ നമുക്ക് RCM ഓൺ സർവീസ് പറഞ്ഞിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിനെ നമ്മൾക്ക് എന്താക്കിയിട്ട് മാറ്റണം? നമ്മളുടെ ടാക്സിലേക്ക് ഇതിനെ നമ്മൾക്ക് കൊണ്ടുവരണം. അതായത് നമുക്ക് കിട്ടാനുള്ള ടാക്സ് ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ അതിന് വീണ്ടും നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയാണ് പാസ് ചെയ്യേണ്ടത്. നമുക്ക് ജസ്റ്റ് എസ്കേപ്പ് ചെയ്തു, നമുക്ക് വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇനി എന്താണ് നമ്മൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വർദ്ധിപ്പിക്കണം അല്ലേ? രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന് ലയബിലിറ്റി വർദ്ധിപ്പിച്ചു, ഇനി എന്ത് ചെയ്യണം? ഇൻപുട്ട് ടാക്സിനെ നമുക്ക് വർദ്ധിപ്പിക്കണം. എന്നാലേ നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിൽ ആ എമൗണ്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ ആ എൻട്രി നമ്മൾ എന്തിനാണ് ചെയ്യുക? നമ്മൾ ജേണൽ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇനി നമ്മൾ എന്തിനാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? നമ്മൾ ഇൻപുട്ട് CGSTയും അതേപോലെ തന്നെ ഇൻപുട്ട് SGSTയും ആണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ടാക്സ് ലെഡ്ജറാണ് എടുക്കേണ്ടത്, കാരണം ടാക്സ് ആണല്ലോ വർദ്ധിപ്പിക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ മുമ്പേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇൻപുട്ട് CGSTയുടെ നമുക്ക് 1250 കാണിച്ചു. വീണ്ടും നമ്മൾക്ക് ഡെബിറ്റ് കാണിക്കാം. ഇവിടെ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഇൻപുട്ട് SGST. ഇവിടെ നമ്മൾക്ക് ഇൻപുട്ട് SGST കൊടുത്തു. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലേക്ക് നമ്മൾക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, GSTയിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു, SGST സെലക്ട് ചെയ്തിട്ടെടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ 1250 കൊടുത്തു. ഇനി നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് മുമ്പ് നമ്മൾ RCM ഓൺ സർവീസിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനി അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾക്ക് RCM ഓൺ സർവീസ് എന്നുള്ള ഒരു ലെഡ്ജർ നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു ലെഡ്ജർ ഇവിടെ 0 ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം അത് ഓട്ടോമാറ്റിക്കലി അത് ക്യാൻസൽ ആയിട്ട് മാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ എന്താണ് ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും വർദ്ധിക്കും ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനി ജസ്റ്റ് നമുക്ക് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാലോ? ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു, ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിൽ -2500 വന്നിട്ടുണ്ട്. എപ്പോഴാണ് നമുക്ക് മൈനസ് വരിക? നമ്മൾക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാകുമ്പോഴാണ് നമുക്ക് മൈനസ് വരിക. അതായത് ഇൻപുട്ട് ടാക്സ് വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് മൈനസ് വരിക. ഇപ്പോൾ നമുക്ക് എന്താണ് ഈ 2500 നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഇവിടെ ക്രെഡിറ്റ് ആയിട്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. പ്ലസ് ആയിട്ട് നമുക്കിവിടെ CGST RCM പേയബിൾ, SGST RCM പേയബിൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കൊടുക്കണം. ഒപ്പം തന്നെ നമുക്ക് എന്താണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങോട്ട് തിരിച്ചു കിട്ടും ചെയ്യും. അതുകൊണ്ടാണ് മൈനസ് ആയിട്ട് കാണിക്കുന്നത്.
ഇനി നമുക്ക് ഇതിൻ്റെ പേയബിളിൻ്റെ എൻട്രി നമുക്ക് ചെയ്യാം. നമ്മൾ എസ്കേപ്പ് ചെയ്തു, വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം, പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് എന്താണ് കൊടുക്കേണ്ടത്? CGST RCM പേയബിൾ നമുക്ക് എത്രയാണ്? 1250 കൊടുത്തു. വീണ്ടും നമ്മൾ എന്താണ്? ഡെബിറ്റ് എടുത്തു. എന്താണ് കാണിക്കേണ്ടത്? SGST RCM പേയബിൾ എത്രയാണ്? 1250 കൊടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ക്രെഡിറ്റിൽ നമുക്ക് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് നമുക്ക് കൊടുക്കാം. കാരണം നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യണത്. ഞാനിവിടെ ക്യാഷ് കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ എൻ്റർ എൻ്റർ. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു, ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലെ -2500 വന്നിട്ടുണ്ട്. അതായത് എപ്പോഴാണ് മൈനസ് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുണ്ടാകുമ്പോഴാണ്. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഇങ്ങോട്ട് കിട്ടാനുണ്ടാകുമ്പോൾ മൈനസ് ആണ് വരിക, കൊടുക്കാനുണ്ടാകുമ്പോൾ പ്ലസ് ആണ് വരിക. അപ്പോൾ ഇത് ഗവൺമെൻറ് അടുത്ത് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് RCMൻ്റെ എൻട്രി നമ്മൾ ടാലിയിൽ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.